നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലതായ അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പല സ്ഥലത്തിരുന്നു കൊണ്ട് ഈ സൂമില് ഈ ഗൂഗിളിലൂടെ പങ്കുചേർന്ന് ദൈവത്തെ എൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം. ദൈവസഭയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവദാസൻ ഭാഷ ഷായിച്ചാന് ചേച്ചി കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. സഭയാം കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. അങ്ങനെ 28-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് നാം കണ്ടത് യാക്കോബ് ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവിടെ കല്ലെടുത്ത് വെച്ചു. ആ സ്ഥലത്തിന് ലൂസ് എന്ന പേരായിരുന്നു. ബഥേൽ എന്ന് പേര് വിളിച്ചു. അവിടെ പറഞ്ഞു, എന്നോട് കൂടി ഇരിക്കുകയും ദൈവം എന്നെ സഹായിക്കുകയും സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ ഞാനിവിടെ ആലയം പണിയാമെന്ന് നേർന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നേർന്നു. എന്നാൽ ആ നേർച്ച നിവർത്തിച്ചില്ല. എങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഷേഖേമിലെത്തിയപ്പോഴാണ് അവിടെ വന്നപ്പോൾ ഓർത്തു അവിടെ നേർന്നേക്കാന്ന് വെച്ച് അവിടെ പണിതു. അവിടെ പണിതത് കൊണ്ട് എന്തോ പറ്റി, ദീന ദേശത്ത് കൂടെ കന്യകമാരെ കാണാൻ സന്ധിക്ക് തത്തി ഒരു പോക്ക് പോയി. ആ പോക്കില് അവിടുത്തെ പ്രഭുകുമാരൻ തന്നെ മലിനപ്പെടുത്തുന്നു. അതിന്റെ പിന്നാലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആ നേർച്ച നേർന്നിരുന്നെങ്കിൽ, ബഥേലി വന്നിരുന്ന് പണിതിരുന്നെങ്കിൽ ഒരു പക്ഷേ വേദപുസ്തകത്തിലെ അധ്യായം അവിടെ കാണത്തില്ലായിരുന്നു നമുക്ക് ചിന്തിക്കാം. നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ: നേരുക, നേർന്നാൽ നിവർത്തിക്കുക, തിടുക്കപ്പെട്ട് നേരാതിരിക്കുക, നേർന്നാൽ ആവോളം നിവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കേണ്ട. 29 അധ്യായം. അങ്ങനെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. കിണർ കണ്ടു. 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. കിണറുമായിട്ട് ബന്ധപ്പെട്ട് കാണുകയാണ്. നമുക്കറിയാം, ഇസ്ഹാക്ക് റിബേക്കയെ കണ്ടെത്തുന്നത് കിണറ്റിൻകരയെ വെച്ചാണ്. എലയാസർ കണ്ടെത്തുന്നത്. ഇവിടെ യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുന്നതും കിണറ്റിൻകരയെ വെച്ചാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ മോശ സിപ്പോറയെ കണ്ടെത്തുന്നത് കിണറ്റിൻകരയെ വെച്ചാണ്. അപ്പം പിന്നെ യേശു കർത്താവ് ശമരിയക്കാരത്തി സ്ത്രീയെ കണ്ടെത്തുന്നത് കിണറ്റിൻകരയെ വെച്ചാണ്. കിണറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ യാക്കോബ് പ്രയാണം ചെയ്യുന്ന കിഴക്കരുടെ ദേശത്തെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് 9-ാം വാക്യം. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോട് വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന് കിണർ വായിക്കുന്ന കല്ലുരുട്ടി വെള്ളം കൊടുത്തു. പൊട്ടിക്കരഞ്ഞു. അപ്പൻ്റെ സഹോദരനെന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. അത് ഓർക്കണം. റാഹേൽ ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ ഉടനെ ഓടിച്ചെന്ന് അപ്പനെ അറിയിക്കുകയാണ്. ഇതും മക്കളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം അപ്പനെ അറിയിക്കുക. അപ്പനെ അറിയിച്ചു. കൂട്ടുകാരോട് അല്ല പറയേണ്ടത്, അപ്പനോടാണ് പറയുക. അപ്പനോട് ചെന്ന് അറിയിക്കുക. അപ്പൻ എന്ത് ചെയ്തു? അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ അവൻ 1 മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. അപ്പം പറയാണ്, നിനക്ക് എന്നോടുകൂടെ പാർക്കാം, പക്ഷേ നിനക്ക് എന്താണ് പ്രതിഫലം വേണ്ടത്? അപ്പൊ മൂത്തവൾക്ക് ലേ എന്ന്, ഇളയവൾക്ക് റാഹേൽ എന്ന് പേര്. 17-ാം വാക്യം. 29-17. 29 അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേൽ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു. അപ്പൊ ഒറ്റ വാക്കിൽ ഒരു പെൺകുട്ടിയെ പറ്റി എഴുതുകയാണ്, ശോഭ കുറഞ്ഞ കണ്ണ്. കണ്ണിനാണ് ശോഭ. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. കണ്ണൊരു സൗന്ദര്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കണ്ണ് മനുഷ്യന്റെ വിളക്കാണ്. കണ്ണ് ശോഭയുള്ളതാണ്. മാൻപയുടെ കണ്ണുകൾ എന്നൊക്കെയാണ് ശകുന്തളം എഴുതുമ്പോൾ. ശകുന്തളയെ കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ അവളുടെ കണ്ണ് മാൻപയുടെ കണ്ണ് പോലെയാണെന്ന് പറയുക. പക്ഷേ ഈ ഉത്തമഗീതത്തിൽ വരുമ്പോൾ, ഉത്തമഗീതത്തിൽ തന്റെ പ്രേമാകാന്തയായ പെൺകുട്ടിയെ വർണ്ണിക്കുമ്പോൾ ഉത്തമ എഴുതുന്നതിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെന്നാണ്. എന്തുകൊണ്ടാണ് സഭയാകുന്ന മണവാട്ടിയെ കുറിച്ചൊക്കെ അവിടെ പറയുമ്പോൾ സൗന്ദര്യത്തിന്റെ പ്രതീകമായി പ്രാവും കണ്ണുകൾ വരിക? അൻപയുടെ കണ്ണ് ഭയങ്കര അഴകാണ്. ശകുന്തളം എഴുതുമ്പോൾ അത് മാൻപയുടെ കണ്ണായിട്ടൊക്കെയാണ് അതിനെ ഇങ്ങനെ വിവക്ഷിക്കുക. പക്ഷേ പുതിയ നിയമത്തിൽ അത് മാൻപയുടെ പ്രാവിൻ കണ്ണാണ്. എന്താണ് വ്യത്യാസം എന്ന് അറിയാമോ? പ്രാവിന്റെ കണ്ണ് എപ്പോഴും നിറഞ്ഞ കണ്ണുകളാണ്, തുളമ്പിയ കണ്ണുകളാണ്.
അപ്പോൾ ദൈവം സൗന്ദര്യം കാണുന്ന എപ്പോഴും തുളുമ്പിയ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നനമുള്ള കണ്ണീരുള്ള കണ്ണുകളെയാണ് ദൈവം സൗന്ദര്യമുള്ളതായിട്ട് കാണുന്നത്. മൺപേട കണ്ണല്ല. ഇവിടെ കണ്ണിന് ശോഭ കുറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടുള്ളത് പശുക്കണ്ണി എന്നുള്ള ഒരു അർത്ഥമാണ്. അവിടെ കണ്ണ് ശോഭയില്ലാത്ത കണ്ണായി. ലേയയുടെ കണ്ണ് ശോഭയില്ലാത്ത കണ്ണ്. പക്ഷെ ദൈവം പിന്നെ ലേയെ അനുഗ്രഹിക്കുന്നുണ്ട്. റാഹേൽ സുന്ദരിയായിരുന്നു, മനോഹര രൂപിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ റാഹേലിനെ സ്നേഹിക്കുകയാണ്, സൗന്ദര്യത്തെയാണ് സ്നേഹിച്ചു. ഈ സൗന്ദര്യവും സ്വഭാവവും ഒത്തു വരണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. ലേയയുടെ റാഹേലിന്റെ സ്വഭാവത്തിൽ ചില പ്രയാസങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങനെ എന്നാൽ അവളെ സ്നേഹിക്കുകയാണ്. അങ്ങനെ 7 വർഷം നിന്നോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കുന്നതുകൊണ്ട് അവന് ആ കാലം അല്പകാലമായിട്ട് തോന്നി. അത് വലിയൊരു കാര്യമാണ്. സ്നേഹിക്കുകൊണ്ട് അത് അവന് അല്പകാലമായിട്ട് തോന്നി. 7 വർഷം അല്പകാലമായിട്ട് തോന്നി. അതെന്താണ്? സ്നേഹം, ഒരാൾക്ക് വേണ്ടിയുള്ള സ്നേഹം ആ കാലത്തിന്റെ ദൈർഘ്യം കുറയ്ക്കും. സ്നേഹം ബോറടിപ്പിക്കുന്നില്ല. അതാണ് വിഷയം. റാഹേലിന് വേണ്ടിയുള്ള സ്നേഹം കൊണ്ട് 7 വർഷം പോയതേ അറിഞ്ഞില്ല. എന്നായിരിക്കും ഞാൻ അവളെ കെട്ടുക. അവളെ സ്നേഹിച്ച് അവളോടുള്ള സ്നേഹം കൊണ്ട് അത് ചെയ്തപ്പോൾ. അപ്പോൾ ഏത് കാര്യവും സ്നേഹം കൊണ്ട് ചെറുതാകാം, ദൈർഘ്യം പ്രയാസമുള്ളത്. സ്നേഹത്തോടെ ഒരു കാര്യം ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. സ്നേഹമില്ലാതെ ചെയ്താൽ അത് വലിയ പ്രശ്നമായിരിക്കും. ഇപ്പോൾ ഈ സൂമില് ഗൂഗിളിൽ വന്നിരിക്കുകയാണ്. ഷായിച്ചാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് നിങ്ങളെല്ലാവരും കയറണം. എല്ലാവരും ഇനി ഷായിച്ചാൻ കയറിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നാ കയറാൻ എന്നൊക്കെ ചോദിക്കും. ഡ്യൂട്ടിയിലാണോ അല്ലയോ എന്നൊക്കെ അറിയാം. അതുകൊണ്ട് കയറി. ആ കയറിയവർക്ക് ഇത് പോറാണ്. ലേയ, റാഹേല്, കണ്ണിന്റെ കാര്യം, ശോഭ, നേർച്ച, നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. അത് തന്നെയല്ല, ഓരോ മിനിറ്റ് കഴിയുമ്പോഴും കൂട്ടും. അവിടും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. ഇത് വേറെ ഒരു പണിയുമില്ലെന്ന് ചോദിക്കും. എന്താ കാര്യം? സന്തോഷത്തോടല്ല സ്നേഹിക്കും. എന്നാൽ സ്നേഹത്തോടൊരു കാര്യം ചെയ്താൽ, സ്നേഹത്തോടെ. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ, സ്നേഹത്തോടെ. സ്നേഹം വലിയൊരു ഘടകമാണ്. സ്നേഹം ഏത് വലിയ ദൈർഘ്യത്തെയും ചെറുതാക്കും. സ്നേഹം ഏത് വലിയ കട്ടിയുള്ള കാര്യങ്ങളുടെയും അതിൻ്റെ പ്രയാസം ലഘൂകരിക്കും. സ്നേഹം അവളെ സ്നേഹിക്കുകൊണ്ട് ആ കാലം ചെറുതായിട്ട് തോന്നി. നല്ല സ്നേഹമാണെങ്കിൽ വർഷം അറിയത്തില്ല. ഇല്ലെങ്കിൽ എന്ന് പറയും, ദാമ്പത്യ ജീവിതം പ്രയാസകരമാണ്. മറ്റേതോ ജീവിച്ചാൽ കൊതിയിരുത്തില്ല. 12 വർഷത്തെ ഒരു കുടുംബജീവിതം കഴിഞ്ഞ ഒരു പുരുഷന് സ്നേഹത്തോടെ അച്ഛ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞു ജീവപര്യന്തം 12 ഉള്ളു മക്കളെ, ഇപ്പോഴും വിട്ടിട്ടില്ല, തടവറാക്കിന് തുടരുകയാണ്. അപ്പം സ്നേഹമാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അങ്ങനെ അവളെ തരാമെന്ന് പറഞ്ഞു. എല്ലാം ഒന്നിച്ചു കൂട്ടി വിരുന്ന് കഴിച്ചു. രാത്രിയിൽ ലേയെ കുട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവനെ ആക്കി. എന്നാൽ പിന്നെ അത് നേരം വെളുത്തപ്പോൾ അത് ലേ എന്ന് കണ്ട് ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്തെന്ന്, നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് പിൻപേ ഇളവിളെ കൊടുക്കാൻ ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. നീ ഇനി 7 സംവത്സരം കൂടെ എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് ഞാൻ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്ചവട്ടം നിവർത്തിച്ച് ഭാര്യയായിട്ട് കൊടുത്തു, ബിൽഹയെ ദാസിയായിട്ട് കൊടുത്തു. കണ്ടോ, രസകരമായ കുറെ കാര്യങ്ങളാണ്. പിന്നെ 7 വർഷം കൂടെ ആർക്ക് വേണ്ടി? റാഹേലിന് വേണ്ടി. ഇതിന് പിന്നൊരു കാര്യമുണ്ട്. ഈ റാഹേലിനെ, യാക്കോബിനെ ആര് ചതിച്ചു? അമ്മായിപ്പൻ ചതിച്ചു. ഈ അമ്മായിപ്പൻ ചതിക്കാൻ കാര്യമല്ല. അതിന് 2 അധ്യായം മുമ്പ് അപ്പനെ ചതിച്ചു യാക്കോബ്. ഞാൻ മൂത്ത മോനാണെന്ന് പറഞ്ഞോണ്ട് വന്ന് ആട്ടുംതോലൊക്കെ അമ്മയും മോനും കൂടെ കൂടി കൊണ്ടുവന്ന് അപ്പനെ ചതിച്ചു. അപ്പനെ ചതിച്ചവനെ അമ്മായിപ്പൻ ചതിച്ചു. സിമ്പിളാണ്. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും. പൊട്ടനെ ചട്ടൻ ചതിച്ചു, ചട്ടനെ നമ്മൾ ചെട്ടിന്നാണ്, ചെട്ടിയല്ല ചട്ടന. പൊട്ടനെ ചട്ടൻ ചതിച്ചു, ചട്ടനെ ദൈവം ചതിച്ചു. കണ്ട? അപ്പം എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പനെ ചതിച്ചവനെ അമ്മായിപ്പൻ നൈസായിട്ട് കളിപ്പിച്ചു. ആരെ കളിപ്പിച്ചു? ലേയെ കൊടുത്തിട്ട് റാഹനെ കളിച്ചു. റേ രാത്രി ചെന്നപ്പോ എന്താ കാര്യം? മൂടുപടമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ നേരം വെളുത്തപ്പോൾ ലേ എന്ന് കണ്ട് ശില്പയെ ദാസിയായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ലാഭം ഇളവിടെ കൊടുക്കാൻ നിൽക്കിപ്പത്. അങ്ങനെ ഇവിടെ അവനിന്ന് മൂടുപടമുണ്ട്. നേരം വെളുത്താണ് ഇന്ന് അറിയുക. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കല്യാണ ശുശ്രൂഷ പങ്കുചേർന്നപ്പോൾ കല്യാണം നടത്തുന്ന കർത്താവിന്റെ ദാസൻ കല്യാണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു,
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കെട്ടിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും മാസ്ക് മാറ്റിയിട്ട് നോക്കിക്കുക, ഇത് തന്നെയാണോ പെണ്ണ, അത് തന്നെയാണോ ചെറുക്കൻ, ഉറപ്പാക്കിയിട്ട് കെട്ടിയാൽ മതി. കാരണം അതന്നെ എല്ലാവരും ഒന്നും വല്ലാതായി. എന്നെ പറഞ്ഞ് ഇത് പണ്ടൊരു ഞങ്ങളുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു, യാക്കോ, പുള്ളിയെ പറ്റിച്ച് കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് രാത്രി പറ്റിച്ച് നേരം വെളുത്തപ്പോഴാ ഇതായിരുന്നു. അതുകൊണ്ട് കണ്ട പെണ്ണ് തന്നെയാണോ ഇതെന്ന് ഉറപ്പിൽ കണ്ട പെണ്ണ് തന്നെയാണോ ഇതെന്ന് അറിഞ്ഞിട്ട് ഞാൻ കെട്ടിച്ചാൽ, ഇട ചെറുക്ക അത് തന്നെയാണോ കൊച്ചട പെണ്ണ ഇത് തന്നെയാണോ ചെറുക്കൻ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കെട്ടിച്ച്. അപ്പം എന്താ കാര്യം, ചതിക്കുകയാണ്. അപ്പൊ ഇവിടെ 7 വർഷം പിന്നെയും സേവിച്ചു, കണ്ടോ. എന്നാല് ഇവിടെയാണ് വലിയൊരു കാര്യം, ഈ കണ്ണിന് സൗന്ദര്യമില്ലായിരുന്നു ലേവയ്ക്ക്, പശുക്കണ്ണിയായി. 31-ാമത്തെ വാക്യം ഒന്ന് അടിവരയിടണേ എല്ലാവരും, കഴിവതും അടിവരയിട്ടെ. 29-31 ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടത്. ഒന്ന് അടിവരയിട്ടെ. ലേയ അനിഷ്ട എന്ന് കണ്ടപ്പോ, അനിഷ്ട എന്ന് കണ്ടു. അപ്പൊ അവിടെ നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവം ആരുടെ ദൈവം എന്നറിയാമോ? ഇഷ്ടമില്ലാത്തവരുടെ ദൈവം. മനുഷ്യന് ഇഷ്ടമില്ലാത്തവരുടെ ദൈവമാണ് ദൈവം. സൗന്ദര്യത്തിന്റെ പേരിൽ, ജോലിയുടെ പേരിൽ, കളറിന്റെ പേരിൽ, കഴിവില്ലായ്മയുടെ പേരിൽ ഒരാൾ കുടുംബത്തിൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സഭയിൽ, ശുശ്രൂഷയിൽ, നേതൃത്വത്തിൽ എവിടെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പക്ഷത്ത് ദൈവം ഉണ്ടായിരിക്കും. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം ഒത്തിരി കുടുംബങ്ങളിലൊക്കെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഭാര്യമാരുണ്ട്. ഇവന് വേറെ ഏതെങ്കിലും പെണ്ണ് കാണും, ഇച്ചിരി ചെറിയ ഒരു വയറ് ചാടിയ ഒരു പെണ്ണ്, വലിയ പ്രായമൊന്നുമില്ല, അവൾക്ക് ഇച്ചിരി വയറുണ്ട്. അപ്പൊ ഇവൻ കുറച്ച് ദിവസമായിട്ട് 6 മാസമായിട്ട് ഇവിടെ വയറെ കുറ്റം പറയാം. ഇന്ന് വാടി എന്റെ വയറ്, ഇതെന്ത് വാടി, പിന്നെ പ്രസവിച്ച പെണ്ണിനെ പോലെ ചാടി കിടക്കുന്നു, എന്ത് വാടി, പാവം. ഇനി അവനെന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും വെച്ചോണ്ട് പോയി ജിമ്മിൽ പോയി വയറെല്ലാം കുറച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവന് വയറില്ലാത്തൊരു പെണ്ണുമായിട്ട് സ്നേഹമായിരുന്നു. അവിടെ എടുക്ക പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് ഇവിടെ വയറ് വലുതാന്ന് ഇവന് തോന്നിയത്. അവസാനം പിടിച്ചത് വേറെ കാര്യം. അവൾ എന്നോട് പലവട്ടം കരഞ്ഞോണ്ടാ കുട്ടി പറഞ്ഞു, സങ്കടം കൊണ്ട് പറയാതെ. അച്ഛൻ രാവിലെയും വൈകിട്ടും വന്ന് പറയും എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിരുന്നു, അപ്പം നിർബന്ധിച്ചതുകൊണ്ട് കെട്ടിയ ആ കൊച്ചിന്റെ സങ്കടം. ഞാൻ നിന്നോട് പറഞ്ഞു, ഈ വാക്യം എടുത്തു കൊടുത്തു, എന്റെ കെട്ടിയവർ നീ അനിഷ്ടയാണെങ്കിൽ നിന്റെ പക്ഷത്തായിരിക്കും ദൈവം. നീ സങ്കടപ്പെടണ്ട കുഞ്ഞെ, നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. അതെപ്പോഴും ഗൗരവമുള്ളൊരു കാര്യമാണ്. ആ സൗന്ദര്യത്തിന്റെ പേരിലോ, കഴിവില്ലായ്മയുടെ പേരിലോ, കളറിന്റെ പേരിലോ, ജോലിയുടെ പേരിലോ, വേദനക്കുറവിന്റെ പേരിലോ വല്ലതും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ കൂടെ ഒരാൾ കാണും, ദൈവം കാണും. ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടു. ഗർഭന്തം. അതുകൊണ്ട് ഒരു മനുഷ്യനെ നിന്ദിക്കരുത് വീട്ടിൽ. ഭർത്താവ് ഭാര്യയെ നിന്ദിച്ച ഓർത്തോണം, ഭാര്യയുടെ പക്ഷത്തായിരിക്കും ദൈവം. ഭർത്താവിനെ കഴിവില്ലായ്മയുടെ പേര് നിന്ദിച്ച അയാളുടെ പക്ഷത്തായിരിക്കും ദൈവം. ഒരു കുട്ടിക്ക് കഴിവില്ലാത്തതിന്റെ പേര് നമ്മൾ അവനെ നിന്ദിച്ച എന്തിനു കൊള്ളാം, നിന്നെ വലിയ വരയ്ക്കൊരു തൂണിന് കൊള്ളാം, നടക്കുന്നു പൊട്ടൻ, അവരുടെ പക്ഷത്ത് ദൈവം കാണും. അനിഷ്ട എന്ന് കണ്ടിട്ട് കർത്താവ് അവിടെ ഗർഭം തുറന്നു, പ്രസവിക്കാൻ തുടങ്ങി. 1 2 3 4 കണ്ടോ, ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇന്ന് മുതൽ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് രൂപേൻ എന്ന് പേരിട്ടു. അപ്പൊ ഈ ഭാര്യയുടെ സങ്കടം എന്തായാലും കാണാൻ കൊള്ളത്തില്ല, റാഹേലിനെ കാണാൻ കൊള്ളും. അപ്പൊ അതുകൊണ്ട് ആരെ സ്നേഹിച്ചു? റാഹേലിനെ സ്നേഹിച്ചു. പക്ഷെ റാഹേലിന് ഗർഭിണിയാ, ആകത്തില്ല, മച്ചിയായിരുന്നു. അപ്പൊ എന്തുണ്ടായി? ലേയയ്ക്ക് മക്കളുണ്ടായി. അപ്പൊ മക്കളുണ്ടാകുമ്പോൾ മക്കൾക്ക് വേണ്ടിയെങ്കിലും ലേയ എടുത്ത് വരണ്ടേ. അപ്പൊ അവൾക്ക് കുഞ്ഞുണ്ടായപ്പോ അവൾ ഓർത്തു ഇനിയും കുഞ്ഞിനെ കാണാൻ അപ്പം വരുമല്ലോ, ഇനി ആ കുഞ്ഞിന്റെ പേര്, കുഞ്ഞിനെ പ്രസവിച്ച അമ്മ എന്ന പേരിൽ എന്നെ സ്നേഹിക്കുമല്ലോ. എന്റെ സങ്കടം ദൈവം കണ്ടല്ലോ. എന്തായിരുന്നു നമ്മുടെ സങ്കടം? ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്നുള്ള സങ്കടം. അപ്പൊ ഏത് സ്ത്രീയുടെ സങ്കടം എന്താ? ഭർത്താവ് സ്നേഹിക്കണം എന്നുള്ളതാണ്. എങ്കിലും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമല്ലോ എന്ന് പറഞ്ഞ് രൂപൻ എന്ന് പേരിട്ടു. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം ഭർത്താവ് എന്നെ സ്നേഹിക്കും, എന്റെ സങ്കടം ദൈവം കണ്ടു. അടുത്ത ആള് എന്താണ്? പിന്നെ അവന് ഒരാളോട് ഉണ്ടായി, ശിമിയോൻ എന്ന് പേരിട്ടു. പിന്നെ ഒരാൾ കണ്ടു, ലേവി എന്ന് പേരിട്ടു. വീണ്ടും ഒരാള് കേട്ടു, യഹൂദ, ദൈവത്തെ സ്തുതിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ എന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു.
1 2 3 4 4 പ്രസവം ടക്ക് ടക്ക് പടപടാന്ന് പ്രസവിച്ചു. വലിയ ടൈം ഗ്യാപ്പ് ഒന്നും കാണത്തില്ല. അപ്പോഴത്തേന് 4 കുഞ്ഞുങ്ങൾ, രൂപൻ, ശിമിയോൻ, ലേവി, യഹൂദ, 4 കുഞ്ഞുങ്ങളെ കെട്ടി. 4 കുഞ്ഞുങ്ങളെ കെട്ടിക്കഴിഞ്ഞപ്പോ അവിടെ പ്രസവം നിന്നു. പ്രസവം നിൽക്കുന്നത് കണ്ടപ്പോഴത്തേന് യാക്കോബിന്റെ വരവ് നിന്നതാണ്. ഇനി എന്തിനാ അവിടെയൊക്കെ പോവുക? പ്രസവിക്കുന്നില്ല. പൊക്കൊണ്ടിരുന്ന ഒറ്റ കാര്യത്തിന് പ്രസവിക്കാൻ വേണ്ടി. മക്കളാണ് അനുഗ്രഹം. അന്നത്തെ കാലത്ത് മക്കളാണ് അനുഗ്രഹം. അപ്പൊ എന്ത് ചെയ്തു? റാഹേല് കണ്ടു പ്രസവിക്കുന്നില്ലെന്ന് കണ്ട് സഹോദരിയോട് അസൂയപ്പെട്ടു. ചേടത്തിക്ക് അനിയത്തിയോട് അസൂയ. എന്താ കാര്യം? ചേടത്തി പ്രസവിച്ചു, അനിയത്തി പ്രസവിച്ചില്ല. അപ്പൊ ഈ ചേടത്തി അനിയത്തിമാര് ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഇവർ രണ്ടും കൂടെ കൂടിയാണ് നാത്തൂനിട്ട് പാര വെക്കുക. മിക്കവാറും ഈ ചേടത്തി അനിയത്തിമാരിലാണ് കൂടിയാണ്. ഒരു ചേടത്തി ജർമ്മനിലും, ഒരു ചേടത്തി ആസ്ട്രേലിയയിലും, ഒരു ചേടത്തി അനിയത്തി അമേരിക്കയിലും ആണെങ്കിൽ ഇതുങ്ങൾ മൂന്നും കൂടെ കൂടി നാട്ടിലെ പാകത്തിനിട്ട് പണി കൊടുക്കും. അതാണ് ഈ ചേടത്തി അനിയത്തിമാർ. എന്നാലും ചേടത്തി അനിയത്തിമാരും തമ്മിലും ഭയങ്കര ഈഗോ ക്ലാഷ് ഉണ്ടാവും. എന്തിന്റെ പേരിൽ? പ്രസവത്തിന്റെ പേര്. ചേടത്തി പ്രസവിച്ചു, അനിയത്തി പ്രസവിച്ചില്ല. അനിയത്തിക്ക് ചേടത്തിയോട് അസൂയ തോന്നി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുക? അസൂയ തോന്നി. അപ്പൊ യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ ചത്തു എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബിന് റാഹേലിനോട് കോപം വന്നു. അത് ഒന്ന് അടിവരയിടേണ്ട കാര്യമാണ്. നിനക്ക് ഗർഭഫലം തരാനിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാനെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും ഓർത്തോണം, കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മൾ ചുമ്മാ ഇപ്പം കുഞ്ഞ് വേണ്ട, നാളെ മതി, 5 വർഷം കഴിഞ്ഞ് മതി, 6 വർഷം കഴിഞ്ഞ് മതി, 10 വർഷം കഴിഞ്ഞ് മതി എന്നൊക്കെ പറയുമ്പോൾ പോലും ഓർത്തോളെ, കുഞ്ഞുങ്ങളുടെ പേര് യാതൊരു വിധമായ വഴക്കുകളും ഉണ്ടാക്കരുത്. കാരണം കുഞ്ഞുങ്ങളെ തരണോ ദൈവത്തിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് റാഹേൽ യാക്കോബ് ചോദിക്കുന്നത്, മക്കളെ തരാൻ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ്. ആ ഭാഗം ഒന്ന് അടിവരയിടുന്ന നല്ല കേട്ടോ. എന്താ കാര്യം? അവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. എന്താ? മക്കളെ തരുന്നത് ദൈവമാണ്. മക്കളെ തരാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന്. ആർക്കെങ്കിലും മക്കളില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാചകം ഓർത്തോണം, നമ്മളല്ല മക്കളെ തരുന്നത്, ദൈവമാണ് മക്കളെ തരുന്നത്. മക്കളെ തരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ജീവന്റെ ദാതാവ് ദൈവമാണ്. അപ്പം മക്കൾക്ക് വേണ്ടി ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമാണ് മക്കളെ കൊടുക്കുക. അപ്പൊ ദൈവം മക്കളെ കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുക. എന്താണ്? മക്കളെ തന്നില്ലെങ്കിൽ മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ്. അപ്പോൾ ഒരാൾക്കെങ്കിലും കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ മിടുക്കോ കഴിവുകൊണ്ടോ ഒന്നും അല്ല കുഞ്ഞുണ്ടായത്. സാധാരണ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എല്ലാവരും അപ്പനോട് എന്ന് പറയും കൺഗ്രാജുലേഷൻ. എന്തോത്തിന്? ദൈവത്തിന് നന്ദി പറയണം. അപ്പനല്ല കൺഗ്രാജുലേഷൻ കൊടുക്കേണ്ടത്, അമ്മയ്ക്കല്ല ചെയ്യരുതെന്നല്ല ഞാൻ പറയും. ദൈവമാണ് ജീവന്റെ ദാതാവ്. ജീവന്റെ ദാതാവ് ദൈവമാണ്. ലൈഫിന്റെ ഉട്ടയവൻ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവൻ ദൈവം തരുന്നതുകൊണ്ട് ജീവൻ എടുക്കാൻ നമുക്ക് അധികാരമില്ലാത്തത്. തൊട്ടുപോകരുത്. കുഞ്ഞ് ഭ്രൂണഹത്യ നടത്തരുത്, അബോർഷൻ ചെയ്യരുത്. കൺവീനിയൻസിന് വേണ്ടിയൊക്കെ അബോർഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വി ഹാവ് ദ ലീഗൽ റൈറ്റ് ഫോർ ദാറ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഏത് കാലഘട്ടത്തിലും ജീവൻ കൊടുക്കാൻ അധികാരം ഇല്ലാത്തവർക്ക് ജീവൻ എടുക്കാൻ അധികാരമില്ല. എനിക്കൊരു സംഭവം അറിയാം. ഒരു പെങ്കൊച്ച് അപ്പയെടുക്ക വന്ന് എൻ്റെ ഫാദറിനെടുക്ക ഒത്തിരി പേര് മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കാൻ വരുവായിരുന്നു. ഒത്തിരി പേർക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു വട്ടം ഏതാണ്ട് 25 50 ഞാൻ ഓർക്കുന്നില്ല, അത്രയും മക്കളെ ഒന്നിച്ച് ഡെഡിക്കേറ്റ് ചെയ്തു. അന്ന് ഡെഡിക്കേറ്റ് ചെയ്ത മക്കളുടെ കൂട്ടത്തിൽ ഈ സ്റ്റെഫാൻ, എനിക്ക് തോന്നുന്നു ഷെർലിൻ, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി മക്കൾ ഒന്നിച്ച് 2002 കണ്ടാണ്. ഇന്ന് ഈ എൻ്റെ ഓർമ്മയിൽ സ്റ്റെർലിനും സ്റ്റെഫാനും ഒക്കെ അന്ന് ഒന്നിച്ച് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടവർ. അതിനകത്ത് കുറെ പേർക്കന്ന് മക്കളില്ലായിരുന്നു. ജിജി, വിനു, മക്കളില്ലാതൊക്കെ ഇരുന്ന് ലഭിച്ച എല്ലാവരും കൂടെ കൂടും. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരും. അപ്പൊ അതിനകത്ത് ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടി എല്ലാം കല്യാണം കഴിഞ്ഞ, അവള് കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ എൻ്റെ അപ്പ ഇവള് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോ എന്നോട് വന്ന് പറഞ്ഞു, അവക്ക് മക്കൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെയെന്ന് പറയുക. ഞാൻ വളരെ അതിനെ പോളിഷ് ചെയ്ത് പറഞ്ഞു, മോളെ ദൈവാത്മാ വെളിപ്പെടുത്തിയാൽ നിനക്ക് കുഞ്ഞുണ്ടാകാൻ പാടാണ് എന്നാ അപ്പ എന്നോട് പറഞ്ഞു. അപ്പൊ ഇവളോട് തിരിച്ചു ചോദിച്ചു, ഞാൻ എത്ര അടുക്ക പോയി പ്രാർത്ഥിച്ചു, അവരെല്ലാം പറഞ്ഞു കുഞ്ഞുണ്ടാവുന്നു, പിന്നെ നിങ്ങളുടെ അപ്പായ്ക്ക് മാത്രമല്ല ഇങ്ങനത്തെ വിളിപ്പാണ്. അവർക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ അപ്പയോട് ചോദിച്ചപ്പ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അപ്പ എന്നോട് പറഞ്ഞ മറുപടി, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ 3 പിള്ളാരുടെ കരച്ചിൽ കേട്ടു.
അവളോട് ചോദിക്കാൻ പറഞ്ഞു എത്രണ്ണത്തെ കളഞ്ഞിട്ടുണ്ടോ. ചോദിച്ചപ്പോൾ ശരിയാ, കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്ന് കളഞ്ഞു, പിന്നൊന്ന് കളഞ്ഞു, അങ്ങനെ 3 കളഞ്ഞിട്ട് അവള് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതം, ഇപ്പോഴും കുഞ്ഞുണ്ടായിട്ടില്ല. കുഞ്ഞു കൊടുക്കണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. കുഞ്ഞിനെ കൊടുക്കാൻ നോക്കുമ്പോൾ കരച്ചിൽ ദൈവസന്ധി, മക്കളുടെ കരച്ചിൽ. ആരെങ്കിലും അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കരഞ്ഞ് ക്ഷമ ചോദിക്കണം. ഇനി ഒരു കാരണവശാലും ആരോടും അതിന് അഡ്വൈസ് ചെയ്യരുത്. ഉണ്ടാകുന്ന കുഞ്ഞിന് മാനസിക വൈകല്യം ഉള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് പോലും കളയരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഉറപ്പായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്ന കുഞ്ഞ് കളയണം, അതിന് മെന്റലി റിട്ടയർഡ് ആയിരിക്കും. അവർ തയ്യാറായില്ല, അന്നേരം ഞങ്ങൾ സ്വീകരിച്ചോളാം, പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടായ കുഞ്ഞിന് വേണ്ടി അതിനെ സ്വീകരിച്ച് അത് നിയോഗമായി കണ്ട് അവർക്ക് വേണ്ടി 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ ട്രെയിനിങ്ങൾ നടത്തുന്നവരെ എനിക്കറിയാം. ആ ജീവനെ സ്വീകരിക്കുക. ജീവനെ സ്വീകരിക്കുന്നവർ ഓർക്കുക, ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് മക്കളെ നൽകാൻ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഗർഭത്തിലൊരു കുഞ്ഞുണ്ടായ ഒരിക്കലും അതിനെ നിന്ദിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തപ്പോൾ ഉണ്ടായ കുഞ്ഞാന്ന് പറയരുത്. കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണ്, മനുഷ്യന്റെ കഴിവല്ല, കൃപാദാനം. ജീവന്റെ ദാതാവ് ക്രിസ്തു ദൈവം. അപ്പോ അവള് പറഞ്ഞു, എന്റെ ദാസി ബിൽഹ. അന്നൊരു കഷ്ടമാണിത്, ദാസിയിൽ മക്കളുണ്ടാകും. ഇന്നങ്ങനെ ഇല്ല, അന്നങ്ങനെ ഉണ്ട്. അങ്ങനെ ചെന്നു ബിൽഹ, അവൾ ദാസിയെ ബിൽഹായെ കൊടുത്തു, മകനെ പ്രസവിച്ചു. എനിക്കൊരു അപേക്ഷ വന്നു അവനെ ദാൻ എന്ന് പേരിട്ടു. റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു, അവന് നഫ്താലി എന്ന് പേരിട്ടു. ഇപ്പൊ എത്ര പേരായി? രൂബൻ, ശിമിയൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി. തനിക്ക് പ്രസവം നിന്നുപോയെന്ന് ലേയ കണ്ടാറ് തന്റെ ദാസി ശില്പായെ വിളിച്ച് അവർക്ക് യാക്കോബിന് ഭാര്യയെ കൊടുത്തു. അപ്പം ഇപ്പൊ എത്രയായി? രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി. 6 ആയി. ശില്പ പ്രസവിച്ചു. ലേയയുടെ ദാസി ശില്പ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അവന് ഭാഗ്യം എന്ന് പറഞ്ഞ് ഗാദ്, നഫ്താലി, ഗാദ്. വീണ്ടും അവള് ആശയം. അങ്ങനെ ഇപ്പൊ 6, 7, 8 വരെയായി അല്ലേ? ഇങ്ങനെ മക്കൾ ഉണ്ടാകുക. വീണ്ടും ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപൻ പുറപ്പെട്ട് വയലിൽ ദൂതാപ്പഴം കണ്ടു. ആര്? രൂപൻ. അപ്പൊ തന്നെ രൂപൻ ഇപ്പൊ തന്നെ ഏറ്റവും മൂത്ത മോനല്ലേ, പ്രായമായി കാണും. എങ്ങനെയായാലും 2, 16, 10, 16 വയസ്സായി കാണും. 8 മക്കളായി. അപ്പോഴാണ് ഈ രൂപന് വയലിൽ പോകുന്നത്. വയലിൽ പോയപ്പോ ഒരു പഴം കണ്ടു, ദൂതായി പഴം. ദൂതായി പഴം. മാൻഡ്രൈക്സ്, ദൂതായിപ്പഴം. ഈ ദൂതായിപ്പഴം എന്താ? വെറും പഴമല്ല, ദൂതായിപ്പഴം. ദൂതായിപ്പഴം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ പ്രസവ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ഒരു ഫലമാണ്. ഇത് കഴിച്ചാൽ കുഞ്ഞുണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ദൂതായിപ്പഴം പറിച്ചു എന്ന് പ്രത്യേകം എഴുതിയിരിക്കുക. വയലിൽ പോയപ്പോൾ ദൂതായിപ്പഴം കണ്ടു. ഈ ദൂതായിപ്പഴം മക്കളില്ലാത്തവർക്ക് കൊടുക്കുന്ന പഴമാണ്, ഒരു മരുന്നാണ്. ഈ മരുന്ന് കൊണ്ടുവന്ന് മോൻ ആർക്ക് കൊടുത്തു? അപ്പന് കൊടുത്തു, അല്ല അമ്മയ്ക്ക് കൊടുത്തു. ഇതിന്റെ പിന്നെ ഒരു സൈക്കോളജി കണ്ടോ? 10, 16 വയസ്സുള്ള ചെറുക്കൻ. ഈ കൊച്ചൻ വയലിൽ പോയപ്പോൾ പ്രസവ മരുന്ന് തപ്പി. അപ്പൊ അതിനൊരു കാരണം കാണും. അപ്പൻ ഇടയ്ക്ക് അമ്മയോട് ചോദിച്ചു കാണും, മമ്മി മമ്മി, ലേയ മമ്മി, എന്താ മമ്മി? നമ്മുടെ കുഞ്ഞമ്മ റാഹേൽ മമ്മിയെ കൊച്ചമ്മയുടെ അടുത്ത് എന്തായിരിക്കും വിളിക്കുക? കുഞ്ഞമ്മയോ കൊച്ചാൻറ്റിയോ എന്തെങ്കിലും ആട്ടെ. അവരുടെ അടുത്തിൽ എപ്പോഴും പപ്പ പോവല്ലോ. പപ്പ അവിടെ പോകുമ്പോഴെല്ലാം പെപ്സിയും പപ്സും ഒക്കെ മേടിച്ചുകൊണ്ടാ പോകും. ഇങ്ങോട്ട് ഈ പപ്പ ഇപ്പം വരുന്നില്ല. പിന്നെ പപ്പ വരുമ്പോ ഇച്ചിരി പയറും ഗോതമ്പും അരിയും കൂടെ പണിക്കാരന്റെ കൈ കൊടുത്തു വിടും. ഇതന്നെ മമ്മി, നമുക്ക് പെപ്സിയും പപ്സും ഒന്നും തിന്നാൻ കൊള്ളത്തില്ലേ? അതല്ല ഈ ദാനം നത്താലേക്ക് ഇവർക്കൊക്കെ കിട്ടത്തുള്ളൂ. പപ്പ എന്നാ ഇങ്ങോട്ട് വരാത്തെ? പപ്പ എന്നാ മമ്മി വരാത്തെ? പപ്പ എന്നാ മമ്മി വരാത്തെന്ന് ചോദിച്ചിരുന്നപ്പോ അവസാനം സഹിയിട്ട് ലേയ രൂപനോട് പറഞ്ഞു കാണും, മോനെ മമ്മിയുടെ പ്രസവം നിന്നടാ,
അപ്പൊ മമ്മി പ്രസവിച്ച പപ്പ വരും. കണ്ടോ കുഞ്ഞിന്റെ ആഗ്രഹം എന്താ? പപ്പായും മമ്മിയും കൂടെ സ്നേഹിക്കണം. ചിലപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞു മക്കള് പപ്പായും മമ്മിയും കൂടെ പിണങ്ങി മാറുമ്പോൾ കൈയെടുത്ത് അപ്പയുടെ കൈയെടുത്ത് അമ്മയുടെ കൈയെ പിടിപ്പിക്കുന്നത് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പപ്പായും മമ്മിയും കൂടെ വഴക്കാണ്. എന്തിനാ വഴക്കെന്ന് അവർക്കും അറിയത്തില്ല. മിക്കയിടത്തും പണവും അതും ഇതും ഒക്കെ പറഞ്ഞ് പണക്കാം. അപ്പൊ ഇതിന്റെ സ്കേപ്പ് ഗോട്ട് ആരാ? സ്കേപ്പ് ഗോട്ട് മക്കളാണ്. മക്കൾ എപ്പോഴും സൈക്കോളജിക്കലി അഫക്റ്റഡ് ആകുന്നതിന്റെ തെളിവാണ് രൂപൻ. നോക്കുന്ന ഒന്നും ധ്യാനിച്ചു പോയ രസമല്ല, കണ്ണു നിറയിക്കുന്ന. കാരണം രൂപൻ അമ്മയോട് ചോദിച്ചില്ല. അപ്പൊ ഞാനൊരു സമാനമായ സംഭവം പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല. നേരത്തെ എപ്പോഴെങ്കിലും പറഞ്ഞു ഞാനൊരിക്കൽ പറഞ്ഞ് കാണാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കുറേ ക്ലാസ്സുകളായാലും ഞാൻ ഒരിക്കല് അയർലൻഡിൽ ഇരിക്കുക. പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല. അയർലൻഡിലെ എൻ്റെ ഒരു കസിൻ അച്ഛൻ്റെ കൂടാണ് ഞാൻ താമസിക്കുക. അപ്പൊ അവിടെ ഒരു പറഞ്ഞോ എന്റെ പപ്പം പറഞ്ഞു അല്ലേ. അപ്പൊ ഈ പൈസയുടെ പേരിൽ വഴക്കുണ്ടാക്കിയ മക്കളെ പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ കൊണ്ടുപോയി. അവിടാണ് താമസിക്കുക. സ്കേപ്പ് ഗോട്ട് എപ്പോഴും മക്കളാണ്. അപ്പൊ ഇവിടെ ആരെ സ്നേഹിച്ചില്ല? അപ്പ സ്നേഹിച്ചപ്പോ അമ്മയോട് ചോദിച്ചു, അമ്മ 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 അപ്പ വരാത്തതിന്റെ കാരണം എന്താ? അമ്മ പ്രസവിക്കത്തില്ല. അവനെന്ത് ചെയ്തു? അവന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വയലിൽ പോയി അവന് വൈഫൈ ഉള്ളിടത്ത് പോയിട്ട് സെർച്ച് ചെയ്തു. എന്താ സെർച്ച് ചെയ്തത്? എങ്ങനെ അമ്മ പ്രസവിക്കും. അപ്പൊ പ്രസവിച്ചപ്പോ അവന് സെർച്ച് ചെയ്തപ്പോ അവന് ഉത്തരം കിട്ടി, ദൂതായിപ്പഴം കൊടുത്താൽ പ്രായമായാലും പ്രസവിക്കും. അങ്ങനെ അവൻ ദൂതായിപ്പഴം എവിടെ ഉണ്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ വയലിലുണ്ടെന്ന് കണ്ടു. അങ്ങനെ ദൂതായിപ്പഴമുള്ള വയലിൽ പോയി ദൂതായിപ്പഴം മേടിച്ചോണ്ട് വന്നു. ദൂതായിപ്പഴം പറിച്ചോണ്ട് വന്നപ്പോ എല്ലാരും ചോദിച്ചേട്ടാ, നീ ഇത് ആർക്ക് കൊടുക്കാനാടാ? കൂട്ടുകാരൊക്കെ, എടാ ഇത് ആർക്ക് കൊടുക്കാനാ? നീ കൊച്ചു ചേർക്കാൻ, നിനക്ക് പെണ്ണില്ലല്ലോ, നീ പിന്നെ ആർക്ക് കൊടുക്കാനാ? അവസാനം കൂട്ടുകാരുടെ പറഞ്ഞു, അമ്മയ്ക്ക് കൊടുക്കാനാ. കാരണം ചെറുപ്പക്കാരനാ, അമ്മയ്ക്ക് കൊടുക്കാനാ. എടാ അമ്മയ്ക്ക് കൊടുക്കാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി അമ്മ പ്രസവിക്കാൻ മരുന്നും കൊണ്ട് വരുന്ന അച്ഛന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പന് വേണ്ടി അമ്മയുടെ അടുത്ത് അപ്പൻ വരാൻ വേണ്ടി അമ്മയ്ക്ക് വേണ്ടി മരുന്ന് കൊണ്ടുവരുന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥ ചിന്തിക്കാൻ മനസാക്ഷിയുള്ളവർ ചിന്തിച്ചു. രൂപൻ എന്നിട്ട് എന്ത് ചെയ്തു? ഈ രൂപൻ ഇതും കൊണ്ട് വന്നപ്പോ ആര് തട്ടിക്കൊണ്ടുപോയി? റാഹേൽ ഇത് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് കാണുക. അപ്പൊ ലേയൊക്കെ കൊണ്ടുവന്നു. റാഹേൽ ലയോട്, നിന്റെ ദൂതായി പഴം എനിക്ക് വേണം, കാരണം റാഹേലിന് മക്കളില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇത് റാഹേൽ തട്ടിക്കൊണ്ടുപോയി. റാഹേൽ തട്ടിക്കൊണ്ടുപോയപ്പോ ആ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കുത്തി കടലിലിട്ടു എന്ന് പറഞ്ഞവനെ ചെറുക്കം കൊണ്ടുവന്ന ഈ ദൂതായി പഴം ആര് കൊണ്ടുപോയി? റാഹേൽ കൊണ്ടുപോയി. റാഹേൽ കൊണ്ടുപോയപ്പോ ചേടുത്തി അനത്തിയും കൂടെ മുട്ടലടി, ഇടീ ദൂതായിപ്പഴം തരത്തില്ലടി, എന്റെ ചെറുക്കം കൊണ്ടുവന്ന അടി, ധൈര്യം ഉണ്ട് കൊണ്ടുപോടി, വാടി പോടി വിളിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് രൂപനും കയറി ഇടപെട്ട് കാണും. കുഞ്ഞമ്മ കാര്യം ഞാൻ പറഞ്ഞേക്കാൻ, ചാവട്ടിയാൽ ശരിയാക്കും, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം. അവസാനം റാഹേൽ പറഞ്ഞു, ഇന്നാ കൊണ്ടുവെക്കൂ നിങ്ങളുടെ ദൂതായിപ്പഴം എന്ന് പറഞ്ഞ് ഈ ലേയയ്ക്ക് ദൂതായിപ്പഴം കൊടുത്തു. അപ്പൊ യാക്കോ പറഞ്ഞു, ലേയ ദൂതായിപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ആര് കൊണ്ടുവന്നു? മോൻ കൊണ്ടുവന്നു. എന്തൊരു ഗതികേട്! ഇതാണ് വീടുകളിൽ വഴക്കുണ്ടായ ഗതികേട്. കണ്ടോ? മക്കളാണ് അതിന്റെ സ്കേപ്പ് ഗോട്ടായിട്ട് മാറുക. അതിന് നിരാശ അനുഭവിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവക്കൊരു കുഞ്ഞു കൊടുത്തു. ആ കുഞ്ഞിന്റെ പേരാണ്, ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഇസാഖാർ എന്ന കുഞ്ഞുണ്ടായി. 9 ഇസാഖാർ കുഞ്ഞുണ്ടായി. ഈ ഇസാഖാർ ഉണ്ടായി. ശ്രദ്ധിക്കുന്നത് കണ്ടോ? ഇസാഖാർ ഉണ്ടായി. ഇത് ആര് കൊണ്ട് കൊടുത്തോണ്ടാ? ലേയ പിന്നെയും ഗർഭം ധരിച്ചു, വീണ്ടും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കണ്ടോ? എന്നോട് കൂടെ വസിക്കുമെന്ന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. മകനെ 6ാമതായൊരു മകനെ പ്രസവിച്ചു. അവനെ സെബൂലൂൻ എന്ന് പേരിട്ടു. സെബൂലൂൻ കഴിഞ്ഞിട്ട് ഒരു മകളെ പ്രസവിച്ചു. ആ മകളുടെ പേര് ദീന എന്ന് പേരിട്ടു. അത്രയും മനസ്സിലായല്ലോ? ദീന എന്ന് പേരിട്ടു. പിന്നെ റാഹേലിനെ ദൈവം ഓർത്തു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക ദൈവം ഓർക്കും ദൈവം. റാഹേലിനെയും ഓർത്തു. അങ്ങനെ റാഹേല് ഗർഭത്തെ തുറന്നു, പ്രസവിച്ചു. ജോസഫ് എന്ന് പേരിട്ടു. ജോസഫ് ഇനി ചരിത്രം കൊണ്ടുപോകുന്ന ജോസഫിലൂടെയാണ്. എന്നാൽ ഈ രൂപനൊരു സംഭവം ഉണ്ടായി. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഈ റാഹേലും ലാബാനും എല്ലാം കൂടെ ഈ
ഈ അമ്മായിപ്പന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മായിപ്പന്റെ മുഖം വാടാൻ തുടങ്ങി. ഈ അമ്മായിപ്പന്റെ മുഖം വാടാൻ കാര്യമുണ്ട്. എന്നാ കാര്യം ചോദിച്ചാല്, ആടൊക്കെ പ്രസവിച്ചപ്പോൾ ഇവരുടെ ആട് നല്ല ആടായിരുന്നു. അതിന് ഇവരൊരു കാര്യം ചെയ്തു. ഇതെല്ലാം മനഃശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യപ്പെടേണ്ടത്. പുള്ളി ഇവര് ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവന്ന സ്ഥലത്ത് കൊമ്പുകളെ ഇങ്ങനെ തൊലി ഉരിച്ച് കെട്ടി തൂക്കിയിട്ടു. അപ്പൊ അത് കണ്ടുകൊണ്ട് ചെനയേറ്റ ആടുകൾക്കെല്ലാം വള്ളിയും പുരയൊക്കെ ഉണ്ടായി. അതിന്റെ അർത്ഥം എന്താ? മനസ്സിന്റെ മനസ്സ് എന്താണോ അവരെന്ത് കാണുന്നോ അത് മക്കളിലേക്ക് വരികയാണ്. മക്കളിലേക്ക് അത് വരികയാണ്. അങ്ങനെ ഇവർക്ക് കുഞ്ഞുങ്ങൾ, ഇവരുടെ ആടുകളെല്ലാം പെരുകാൻ തുടങ്ങി. പെരുകാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഈ ലാബാന്റെ മുഖം പഴയതുപോലല്ല തന്നോടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവിടുന്ന് ഓടിപ്പോവുകയാണ്. നമുക്കത് ചിന്തിച്ച് വരാം. അങ്ങനെ ഓടിപ്പോകുമ്പോൾ, കാരണം ഈ മരുമക്കളും പറയുന്നുണ്ട് ഇപ്പം പഴയ പോലല്ല നമ്മുടെ നേരെയുള്ളവരുടെ മുഖം എന്ന് പറഞ്ഞിട്ട് ഇവരുമായിട്ടെല്ലാം ഓടിപ്പോകുന്നുണ്ട്. ഇവരെല്ലാമായിട്ട് ഓടിപ്പോകുന്ന വഴിക്ക് ഈ റാഹേൽ ഒരു കാര്യം ചെയ്തു. റാഹേൽ എന്ത് ചെയ്യുന്ന അറിയാമോ? ഗ്രഹബിംബം എടുത്തു വെച്ചു. അങ്ങനെ പോകുമ്പോൾ യാക്കോബ് ഓടിപ്പോയി. യാക്കോബ് ഓടിപ്പോയപ്പോൾ യാക്കോബ് പർവ്വത്തിൽ കൂടാരം അടിച്ചു. അങ്ങനെ പോകുമ്പോൾ ലാബാൻ എതിരിട്ട് വരുന്നുണ്ട്. അപ്പൊ ലാബാൻ എതിരിട്ട് വരുന്ന എന്നാ ചോദിച്ചാല് തന്റെ ഗ്രഹബിംബം ആരാണ്ട് മൂട്ടിച്ചോണ്ട് പോയി. അതാണ് കാണുന്നത്. വീണ്ടും ഇവര് വരുമ്പോൾ, എന്നാൽ ആരുടെ പക്കലെങ്കിലും, അതെവിടെ കാണുന്നു? 31-ന്റെ 32. എന്നാൽ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവനെ കണ്ടാൽ അവർ ജീവനോടിരിക്കരുത്. എന്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കണ്ട് നോക്കിയെടുക്ക എന്ന് പറഞ്ഞു. എന്നാൽ റാഹേൽ മോട്ടിച്ചത് ആരറിഞ്ഞില്ല, യാക്കോബ് പറഞ്ഞില്ല. കണ്ടോ? ഇവരിവിടുന്ന് ലാബാന്റെ അടുക്കൽ ആടുമാടെല്ലാം പെരുകി വീണ്ടും ഓടുകയാണ്. ജീവിതകാലം മുഴുവൻ ഓടുകയാണ്. അമ്മായിപ്പന്റെ മുഖം മാറിയപ്പോ ഇവിടെ ഇവിടുന്ന് ഓടിപ്പോയി. ഈ ഓടിപ്പോയപ്പോ ഈ റാഹേൽ ഒരു കാര്യം ചെയ്തു, ഗ്രഹബിംബം മോട്ടിച്ചോണ്ട് പോയി. ഈ ഗ്രഹബിംബം മോട്ടിക്കാൻ ഒരു കാര്യം കാണും. നമുക്കറിയാം ചിലർക്കൊണ്ട് ഈ ഗ്രഹബിംബം എന്ന് പറയുന്ന കുലദൈവങ്ങളാണ്. ഈ കുലദൈവങ്ങൾ ഐശ്വര്യം കൊണ്ടുവരുന്ന ദൈവങ്ങളാണ്. അപ്പൊ ഈ റാഹേൽ ഓർത്ത് കാണും, ഇതിരിക്കുകയാണെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ മക്കളും കൊച്ചുമക്കളും പോയാലും വേണ്ടില്ല, കുലദൈവം മതിയല്ലോ, ഐശ്വര്യം മതിയല്ലോ എന്ന് വെച്ചുകൊണ്ട് ലാഭം പുറകെ വരും. ഈ ലാഭം പുറകെ വന്നിട്ട് പറയുന്ന ആരാണ് എൻ്റെ ഗ്രഹബിംബം മുട്ടിക്കൊണ്ട് പോയത്. അപ്പൊ ഈ യാക്കൂബ് ചാടിക്കേറി പറഞ്ഞു. യാക്കൂബിൽ ഒരു ചിന്ത പോലും ഇല്ല റാഹേൽ മുട്ടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ സൗന്ദര്യവും സ്വഭാവവും കൂടെ ഒത്തുകയറത്തില്ല. റാഹേൽ സുന്ദരിയായിരുന്നു, കള്ളിയായിരുന്നു. ലേയാക്കി വലിയ സൗന്ദര്യം ഇല്ലായിരുന്നു, കക്കത്തില്ല. അപ്പൊ ഈ സുന്ദരി കള്ളിമാരുണ്ട്. ഇതൊരു സൈക്കോളജിയാണ്. എനിക്കറിയാം അങ്ങനെ സുന്ദരി കള്ളിമാരെ എനിക്കറിയാം, സുന്ദരൻ കള്ളന്മാരെ അറിയാം. കടയിലൊക്കെ കയറിയ ഓരോന്ന് മൂട്ടിച്ച് മാറ്റുന്ന സുന്ദരന്മാരെ അറിയാം. അതൊരു മനഃശാസ്ത്ര പ്രശ്നമാണ്. ഒത്തിരി പേരുണ്ട് അങ്ങനെ മൂട്ടിക്കുന്നു. വലിയ വലിയ ആൾക്കാരുണ്ട്, കടയിൽ കയറി പേസ്റ്റ് മൂട്ടിക്കുക, പേന മൂട്ടിക്കുക. അങ്ങനെ പിടിച്ചു വരുമ്പോൾ ആരാ? ഇവര് കൊമ്പത്തെ ആൾക്കാരായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ഈ റാഹേല് സുന്ദരിയാണെങ്കിലും അടിച്ചു മാറ്റുന്ന സ്വഭാവക്കാർ. അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. എന്തോന്ന്? ഗ്രഹബിംബം അടിച്ചുകൊണ്ടുപോയി. ഈ ഗ്രഹബിംബം അടിച്ചുകൊണ്ട് പോയപ്പോൾ ലാബാൻ ഓടി വന്നു, ആരുടെ ഗ്രഹബിംബം കൊണ്ടുപോയി. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, ആരുടെ കൈ ഗ്രഹബിംബം ഉണ്ടെങ്കിൽ ആളെ കൊത്തു ചത്തു പോട്ടെ എന്ന് പറഞ്ഞു. റാഹേലിന്റെ കയ്യിലാണെന്ന് അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇഷ്ടം പറയുമെന്ന്. ലേയുടെ കയ്യിലായിരുന്നെങ്കിൽ ചത്തു പോട്ടെന്ന് പറഞ്ഞേനെ. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാൻ നടക്കുക, കണ്ണിന് സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ റാഹേലിനെ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ പറയത്തില്ല. അപ്പൊ എന്തായിരിക്കും അതിന് കാരണം? അത് അറിയാൻ വയ്യാതായിരിക്കും പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് ഈ റാഹേൽ അതിപിടിക്കുക. അവള് കയറി ഒട്ടകപ്പുറത്തിന്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ സ്ത്രീ സഹജമായ പ്രയാസമായതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും വരാനൊക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവിടെ പാത്തിരുന്നു. അതുകൊണ്ട് അത് പിടിക്കപ്പെട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായെന്ന് അറിയാമോ? അതാണ് വലിയൊരു പ്രശ്നം. ഇടയ്ക്കത്തെ അധ്യായങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടാകുന്നുണ്ട്. ആ സംഭവത്തെ നമുക്കൊന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനിടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി. ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അവർ പിന്നെ തിരിച്ച് ബഥേലി വരുന്നുണ്ട്. 35-ാം അധ്യായത്തിൽ ഇടയ്ക്കുള്ള അധ്യായങ്ങൾ നമുക്ക് വീണ്ടും ധ്യാനിക്കാം. 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഈ യാത്ര പുറപ്പെട്ട് ഇടയ്ക്ക് വെച്ച് റാഹേൽ പ്രസവിച്ചു. റാഹേൽ അതുണ്ട് 35-ന്റെ 16
പിന്നെ റാഹേൽ പ്രസവിച്ചു, അവന് ബനൂനി എന്ന് പേരിട്ടു. അവനാണ് പിന്നെ ദൈവം ബെന്യാമീൻ എന്ന് പേരിട്ട കുഞ്ഞ് ബനൂനി എന്ന് പേരിട്ടു. പിന്നെ അവളുടെ അപ്പനും അവന് ബെന്യാമീൻ എന്ന് പേര് വിളിച്ചു. ഈ ബെന്യാമീനെ പ്രസവിച്ചതോടുകൂടി റാഹേൽ മരിച്ചുപോയി. കണ്ടോ? എനിക്ക് അതിനകത്ത് ഭയങ്കര സങ്കടം തോന്നി. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അമ്മ മരിച്ചുപോയി. ഈ അമ്മ മരിച്ചുപോയ എന്തൊരു സങ്കടമായിരിക്കും. ഈ കുഞ്ഞിന് ഇനി ആര് പാല് കൊടുക്കും? കൊച്ചു കുഞ്ഞിനെ ആര് വളർത്തും? സങ്കടമല്ലേ? പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ കണ്ടത്, റാഹേൽ മൂട്ടിച്ചുകൊണ്ട് വന്നപ്പം ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം, ആ ആള് ചത്തുപോട്ടെന്ന് ആര് പറഞ്ഞു? ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞത് അങ്ങ് പറ്റി, പ്രസവിച്ചു, റാഹേൽ അങ്ങ് ചത്തുപോയി. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികാരമുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അറം പറ്റും. ഒരിക്കലും ഭർത്താവ് ഭാര്യയെ നോക്കി നീ അങ്ങ് തൊലഞ്ഞു പോയ വീടങ്ങ് ശരിയാകും എന്ന് പറയരുത്. അവള് തൊലഞ്ഞു പോയ എന്തോ ചെയ്യും? എല്ലാം മിടുക്കാണ് പറയാൻ. ഭാര്യ ചത്തുപോയ എന്തോ ചെയ്യും? ഭാര്യ ഭർത്താവിനെ നോക്കും, നിങ്ങളുടെ തലയിൽ നിങ്ങൾ അങ്ങ് ഇല്ലാതായ ഈ വീട് രക്ഷപ്പെടുന്നു പറയരുത്. അയാൾ ഇല്ലാതായ ചെല്ല് മക്കളെ നോക്കി പറയും. ഇനി ചെല്ലിതൊന്നും പറയുന്നത്, ചെല്ലെന്നാ പറയുന്ന അറിയാമോ? തന്നെ നോക്കി പറയും. ഞാനങ്ങ് തീർന്ന നിങ്ങളുടെ പ്രശ്നം അങ്ങ് തീർന്നല്ലോ, ഞാൻ ഒറ്റ നിങ്ങളുടെ പ്രശ്നം, ദൈവമേ എന്നെ അങ്ങ് എടുത്തോണേ എന്നങ്ങ് പറയും. അതുകൊണ്ടാണ് ഈ മിക്കതിനും ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മിക്കതും L4 L5 ഡിസ്ക് കംപ്ലൈന്റും ആ കംപ്ലൈന്റും ഈ കംപ്ലൈന്റും എല്ലാം. എന്താ കാര്യം? ഇടയ്ക്കിടയ്ക്ക് പറയും ഞാനങ്ങ് ഇല്ലാതായ പ്രശ്നം തീരുവല്ല. ഞാനൊരു വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ പുത്തൻ വീട്, വലിയ പഴക്കമില്ല, നമ്മളെ അനുഭവങ്ങളായതൊക്കെ. ആ വീടിന്റെ മേളിലോട്ട് നോക്കിയപ്പോൾ കഷ്ടം തോന്നി. സിമെന്റ് അല്ല, ഇങ്ങനെ ഇളകി വന്നിട്ട് കമ്പി തെളിഞ്ഞിരിക്കുക, കുത്തി വലിയ പഴക്കമായിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറ്റി? സിമെന്റിന്റെ കുഴപ്പമാണോ, വാർപ്പിന്റെ കുഴപ്പമാണോ, കോൺട്രാക്ടറുടെ കുഴപ്പമാണോ? അവര് പറഞ്ഞത് കോൺട്രാക്ടർ ചതിച്ചാന്നൊക്കെ. പക്ഷെ എന്റെ അകത്ത് ദൈവാത്മാ പെട്ടെന്നൊരു ചിന്ത വന്നു, കോൺട്രാക്ടറും അല്ല സിമെന്റിന്റെ കുറ്റമല്ല. പിന്നെന്താണെന്നറിയാം, ഇവരിടയ്ക്കിടയ്ക്ക് പറയും മുടിഞ്ഞ വീട്, നശിച്ച വീട്. അവസാനം സിമെന്റിന് പോലും സഹിക്കാൻ വയ്യായിട്ട് ഇളകിളക്കി പോരുക. കാരണം എന്നും വീടിനെ നോക്കി നശിച്ച വീട്. അവസാനം അത്തരം സിമെന്റ് ഇളകിപ്പോരും, പ്രാക്കങ്ങ് നീക്കുക. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്, പ്രാകരുത്. ഭർത്താവ് ഭാര്യയെ നോക്കി പറഞ്ഞു, ആരാണ് മോഷ്ടിച്ചത്? ചത്തുപോട്ടെ. ചത്തുപോയോ? ചത്തുപോയോ? റാഹേൽ ചത്തോ? പ്രസവത്തോടു കൂടി. സങ്കടമാണോ? അതുകൊണ്ട് ഒറ്റ കാരണവശാലും ശാപവാക്ക് പറയരുത്. സ്വയവും പറയരുത്, പങ്കാളിയോടും പറയരുത്, കുഞ്ഞുങ്ങളോടും പറയരുത്, സ്വയം പറയരുത്. ഞാനങ്ങ് നശിച്ചു പോട്ടെ, വേണ്ട. നമുക്ക് ദൈവം തന്ന ജീവൻ ദാനമാണ്. നമ്മൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, മടുത്തു പോവും. എന്നാലും ശാപവാക്ക് പറയരുത്. ഞാനൊരു സൂത്രവാക്യം പറഞ്ഞുതരാം. ക്വിക്ക് സ്ലോ സ്ലോ. എല്ലാവരും പറഞ്ഞേ, ക്വിക്ക് സ്ലോ സ്ലോ. എന്താ അർത്ഥം അറിയാം? ക്വിക്ക് കേൾപ്പാൻ വേഗത, പറയാൻ താമസം, കോപത്തിന് താമസം. ഇത് മാത്രം സൂത്രവാക്യം ഓർത്താൽ മതി. ക്വിക്ക് സ്ലോ സ്ലോ, ക്വിക്ക് സ്ലോ സ്ലോ. കേൾക്കാൻ വേഗത, പറയാൻ താമസം, കോപിക്കാൻ താമസം. ഉണ്ടോ? രക്ഷപ്പെടും. അവള് ചത്തുപോട്ടെ. അവള് ചത്തുപോയോ? താൻ ചത്തുപോയോ? ഈ ചത്തുപോയപ്പോ ഒരു കുഴപ്പമുണ്ടായി. നമുക്കിതെല്ലാം ഒന്ന് ഇനി ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 22ാമത്തെ വാക്യം കണ്ടോ? ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോട് കൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. എന്ന് പറഞ്ഞാൽ റാഹേലിന്റെ വെപ്പാട്ടിയായിരുന്നു ബിൽഹ. ഈ ബിൽഹയുടെ കൂടെ അരുതാത്തത് ചെയ്തു. ആര്? യാക്കോബ്, സോറി രൂബേൻ. ഇത് ആര് കേട്ടു? അപ്പം കേട്ടു. അപ്പം കേട്ടു. അപ്പൊ ഈ അപ്പന്റെ വെപ്പാട്ടിയുടെ കൂടി മോൻ ചെയ്യിക്കുകയും അത് അപ്പനെ കേൾക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഈ രൂപനോട് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം അപ്പന്റെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ്. അതാണ് വേദപുസ്തക പാരമ്പര്യം, അല്ലെങ്കിൽ അന്നത്തെ യഹൂദ പാരമ്പര്യം. വെപ്പാട്ടിക്ക് ലീഗൽ റൈറ്റ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ വെപ്പാട്ടി പതിവ്രതയായിരിക്കണം, അപ്പന്റെ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ മകൻ വെപ്പാട്ടിലെടുത്തിയെന്ന് അരുതാത്ത് ചെയ്തു. ഞാൻ ഈ രൂപനെ വിളിച്ച് വഴക്ക് പറഞ്ഞു.
നമുക്ക് ഇന്റർവ്യൂ ചെയ്യാമല്ലോ. വേദപുസ്തക വ്യക്തിത്വങ്ങളെ നമ്മളോട് സംസാരിക്കണം. രൂപേനെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? നീ മോശപ്പെട്ട കാര്യമല്ലേ ചെയ്തേ? നീ എന്തിനാണ് റാഹേല് മരിച്ചതിന്റെ ദുഃഖം താങ്ങാൻ? അങ്ങനെ തന്നെ എഴുതിക്കാം, റാഹേല് മരിച്ചു, രൂപേൻ ചെയ്യിച്ചു. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? അപ്പൊ ഈ രൂപേനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തപ്പോ രൂപേൻ ഒരു സങ്കടം എന്നോട് പറഞ്ഞു. പാസ്റ്റർക്ക് അറിയാമോ, ഞാനങ്ങ് ചെയ്തതാ മനഃപൂർവ്വം, അങ്ങനെ ഒന്ന് നൊമ്പരപ്പെടുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു അതെന്നാ കാര്യം? എൻ്റെ തള്ളെ കുറേ നാളായാണ് സങ്കടപ്പെടുത്തിയ. എൻ്റെ അമ്മയുടെ സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അയക്ക് പോരായിരുന്നു. പാസ്റ്റർക്ക് അറിയാമോ, അവസാനം പ്രസവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടു പോയിട്ട് അമ്മയ്ക്ക് പ്രസവ മരുന്ന് കൊടുത്തിട്ട് അമ്മയുടെ അടുക്ക് കൊണ്ടുവന്നവനാ ഞാൻ. അന്ന് എനിക്ക് വയസ്സ് 10-18 എൻ്റെ തള്ളെ അങ്ങനെ ഒത്തിരി വേദനിപ്പിച്ചു. അതുകൊണ്ട് അയക്കിട്ട് ഞാനൊരു പണി കൊടുത്തു. അയാളുടെ വെപ്പാട്ടിയുടെ കൂടെ ഞാൻ ചെയ്യിച്ചു. എന്നിട്ട് ഞാൻ അയാളോട് അയാൾ കേൾക്കട്ടെ, അയാളെ കൊണ്ട് നൊമ്പരപ്പെടട്ടെ, അയാൾ വേദനപ്പെടട്ടെ. കാരണം ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞു എന്നോട് പറഞ്ഞു, അവിടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ പാസ്റ്ററെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അപ്പം കുറെ അനുഭവിക്കട്ടെ, എൻ്റെ അമ്മയെ കുറെ സങ്കടപ്പെടുത്തിയത് അയാൾ. ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞപ്പോ ഈ പെണ്ണ് അയാളെന്നും എടാന്നും അല്ലാതെ അപ്പാന്നൊരു വാക്ക് പറഞ്ഞില്ല. എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തി അയാൾക്കത് വരണം. പക്ഷേ അയാൾ ഇരുന്ന് ഇഞ്ചിഞ്ചായിട്ട് നീറി അയാൾ ചാകത്തുള്ളൂ. അയാളിപ്പം ചാകത്തില്ല. അയാളെ ഇരുത്തി അയാൾ ഇഞ്ചിഞ്ചായിട്ട് അത്ര ദുഃഖം അയാൾ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു എന്നൊരാൾ പറയുമ്പോൾ രൂപേനാണ് എൻ്റെ മനസ്സിൽ. അമ്മയെ വേദനിപ്പിച്ച അപ്പനോട് പ്രതികാരം. ആർക്ക്? രൂപേൻ പ്രതികരിച്ചു. അപ്പനെ എന്ത് ചെയ്തു? സങ്കടപ്പെടുത്തി. അപ്പൻ ഇസ്രായേൽ അത് കേട്ടു, സങ്കടമായി. മോൻ അനുതാപം ചെയ്തില്ലേ, അതും റാഹേലും മരിച്ചു തുടങ്ങി. ഇനി ഇതിന്റെ തിക്തത എന്താ ഉണ്ടായത്? കാലം ഒത്തിരി മുമ്പോട്ട് പോയി. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുക. നമ്മൾ അവസാന അധ്യായത്തിലേക്കൊന്നും ഇപ്പൊ ഈ വിഷയം ചിന്തിക്കാൻ വേണ്ടി വരിക, പക്ഷെ നമ്മൾ തിരിച്ചു വരണം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തെ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. അപ്പോൾ യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച്, യാക്കോബ് മരിക്കാറായി, പ്രായമായി, ഈ വൃദ്ധനായി. അപ്പൊ മക്കളെല്ലാം വിളിച്ചു, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. എന്നിട്ട് ഓരോരുത്തരെ വിളിക്കുകയാണ്. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. എല്ലാ മക്കളും അടുത്ത് വന്നു. 3-ാം വാക്യം വിളിച്ചു, രൂപനെ മൂത്ത മോന, ആദ്യത്തെ കൺമണി ആണായിരിക്കണം. ആരെ പോലെ ഇരിക്കണം? അപ്പനെ പോലെ ഇരിക്കണം. അപ്പനെ പോലെ ഇരിക്കുന്ന രൂപൻ ആയിരിക്കാം. അവൻ ഇനിയെങ്കിലും നിന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് രൂപേൻ എന്ന് പേരിട്ട മോനെ വിളിച്ചു. ആര്? അപ്പൻ വയസ്സായി മരിക്കാൻ തുടങ്ങും. ആരാ? യാക്കോബ് വിളിച്ചു. എന്താ വിളിച്ചത്? രൂപനേ. അങ്ങനല്ല വിളിച്ചിരിക്കുന്നത്. നോക്കിയേ, രൂപനേ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ മൂത്ത മോനെ. രൂപനൊക്കെ സന്തോഷമായി. എന്നിട്ട് എന്നെ വിളിച്ചു, എൻ്റെ വീര്യമേ, എൻ്റെ ശക്തിയുടെ ആദ്യ ഫലമേ, എൻ്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ടമേ, എൻ്റെ ബലത്തിന്റെ വൈശിഷ്ടമേ. ഇതിക്കുള്ളൊക്കെ എന്തോ അപ്പം വിളിക്കണ്ടേ? എൻ്റെ മൂത്ത മോനെ, എൻ്റെ ശക്തിയുടെ വൈശിഷ്ടമേ, എൻ്റെ ബലത്തിന്റെ വൈശിഷ്ടമേ, എൻ്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ടമേ, രൂപനേ, എൻ്റെ മൂത്ത മോനെ. രൂപൻ അങ്ങ് കോൾമേർ കൊണ്ടു. രൂപൻ അങ്ങ് സന്തോഷമായി. രൂപൻ ഹർഷപുളകിതനായി, രോമകഞ്ചുകിതനായി. രൂപൻ വിളിയേട്ടു, എന്തോപ്പാ എൻ്റെ മൂത്ത മോനെ, എന്തോ എൻ്റെ ബലത്തിന്റെ വൈശിഷ്ടമേ, അപ്പാ, എൻ്റെ ശ്രേഷ്ഠതയുടെ വീര്യമേ, എൻ്റെ അപ്പാ, എൻ്റെ ബലത്തിന്റെ ആദ്യ ബലമേ, എൻ്റെ അപ്പാ. ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞു, വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ മുടിഞ്ഞു പോടാ. കണ്ടോ? ഇതെത്ര വിളിച്ച് കൊതിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ശ്രേഷ്ഠനാകത്തില്ലടാ, നീ അപ്പന്റെ കിടക്കമേ കയറി അശുദ്ധമാക്കിയടാ. മുടിഞ്ഞു പോകുന്ന പറഞ്ഞ ശ്രേഷ്ഠനാകത്തില്ല. പ്രാഗി. ആര്? അപ്പൻ. ഇത്രയും കൊതിപ്പിച്ച് പറ്റിപ്പിച്ചു. ഈ അപ്പൻ എന്തിനാ ഈ പണി കാണിച്ചത്? അപ്പനോട് ഞാൻ ചോദിച്ചു, യാക്കോബ് അപ്പച്ച, പോകാൻ നേരത്തെ എന്തിനാ ഈ ചെറുക്കനെ പ്രാഗിയത്? അതെ, അവൻ എന്നെ വേദനിപ്പിച്ചു, എന്റെ വെപ്പാട്ടിലൂടെ അവൻ കിടന്നു. അതുകൊണ്ട് അവനിട്ട് ഞാൻ അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല. ഞാൻ അവനിട്ടൊരു പണി കൊടുത്തു. രൂപേനേ, എന്റെ ആദിജാതനെ, എല്ലാം കൊതിപ്പിച്ച് പറഞ്ഞു, നീ ശരിയാകത്തില്ല. പോയില്ലേ? പോയി. പിന്നെ പോയി, ജ്യേഷ്ഠാവകാശം പോയി.
ഇതിന്റെ കാരണം എന്താ? ഒറ്റ കാരണമാണ് കണ്ടത്. എല്ലാവരും കേട്ടോണം. അപ്പൻ അമ്മയെ സ്നേഹിച്ചായിരുന്നെങ്കിൽ രൂപേനെ ദൂതായിപ്പഴം പറിക്കാൻ പോകേണ്ടി വരത്തില്ല. അപ്പൻ അമ്മയെ സ്നേഹിച്ചില്ല. അമ്മയെ സ്നേഹിക്കാത്ത അപ്പനിട്ട് പണി കൊടുക്കാൻ രൂപൻ തക്കം പാർത്തു. കാരണം ചെറുപ്പത്തിൽ കൗമാരത്തിൽ അപ്പനും അമ്മയും കൂടെ അടുപ്പിക്കാൻ വേണ്ടി, ഒന്നിപ്പിക്കാൻ വേണ്ടി പ്രസവം തപ്പിപ്പോയ ചെറുക്കൻ്റെ അകത്ത് കിടന്ന് വിഷമം കയറി. റാഹേലും മരിച്ച ദിവസം തന്നെ അപ്പനിട്ട് പണി കൊടുത്തു, അപ്പനെ വേദനിപ്പിച്ചു. അപ്പൻ അത് വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് പോകാൻ നേരത്ത് പ്രാഗിട്ട് പോയി. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചാകാൻ നേരത്ത് പ്രാകാതെ ചാകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പെണ്ണുമ്പിള്ളെ സ്നേഹിക്കണം. ലോക്കൽ ലാംഗ്വേജിൽ അങ്ങ് പറഞ്ഞേക്കാം, എന്റെ ഭാഷ മോശപ്പെട്ടെങ്കിൽ ക്ഷമിക്കാം. മക്കളെ മുമ്പിൽ വെച്ച് അമ്മയെ സ്നേഹിക്കണം. മക്കളുടെ മുമ്പിൽ വെച്ച് അപ്പനെ സ്നേഹിക്കണം. നിങ്ങളെ സ്നേഹമാണ് നാളത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സെന്താണെന്ന് തീരുമാനിക്കുക. നാളെ ഞാൻ വെറുതെ പറയല്ല, ഭാര്യയും ഭർത്തയും കൂടെ വഴക്കുണ്ടാക്കിയ ഈ ഒരു വല്ലാത്ത ധാർഷ്ട്യത്തിൽ ജീവിക്കുന്ന തകർന്ന ഒരു കുടുംബത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ ആ പയ്യന്റെ അമ്മ എന്നോട് പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസം പോലും ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഈ അപ്പൻ എന്നെ അടിക്കാത്ത ദിവസമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ അപ്പന് നൊന്തു. പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഈയുടെ അപ്പനും തള്ളയ്ക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ചരിത്രം ആവർത്തിക്കും. അപ്പൊ നമ്മളോർക്കും നമ്മളിവിടെ നിന്ന് കേരളം വിട്ടാൽ ഇതെല്ലാം ശരിയാകുന്നു. കേരളം വിട്ടിട്ടും ശരിയാകാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടു. മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയെ അപ്പൻ സ്നേഹിക്കുന്ന കണ്ടെങ്കിലേ അപ്പനെ മക്കൾ സ്നേഹിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അപ്പം കൊടുക്കുന്ന ബഹുമാനമാണ് നാളെ തിരിച്ച് മക്കൾ അപ്പന് കൊടുക്കുക. എൻ്റെ അമ്മയെ സ്നേഹിച്ച അപ്പൻ. പറയാൻ കഴിയണം. ഞാനിതൊക്കെ കേട്ടു, കണ്ടു. മക്കൾ തമ്മി ഭാര്യയും ഭർത്താവോട് വഴക്കുണ്ടാക്കിയപ്പോൾ അപ്പൻ ചോദിക്കുന്നു, നിന്റെ അമ്മയെ ഞാൻ ഇന്ന് വരെ എടീന്ന് വിളിച്ച് നീ കേട്ടിട്ടുണ്ടോ? നിന്റെ അമ്മ ഇന്ന് വരെ ഞാൻ തല്ലി നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയടാ ഇപ്പം. കാരണം ഭാര്യ വീട്ടുകാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ കൊറ്റം കൊണ്ടാണ്. അതൊക്കെ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, നിന്റെ അമ്മ ഇന്ന് വരെ ഞാൻ വഴക്ക് പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? നിന്റെ അമ്മ ചീത്ത വിളിച്ച് നീ കേട്ടിട്ടുണ്ടോ? നിന്റെ അമ്മയെ ഞാൻ എടീന്ന് വിളിച്ച് നീ കേട്ടിട്ടുണ്ടോ? ചോദിച്ചത് വലിയ മന്ത്രിബന്ധുവിലൊന്നും അല്ല, സാധാരണ കർഷകർ. സ്നേഹിക്കണം. കോപം അരിശമൊക്കെ ഉണ്ട്, പക്ഷെ അത് മക്കളെ മുമ്പിൽ വെച്ച് വേണ്ടെന്നാണ് രൂപം പഠിപ്പിക്കുക. മനസ്സ് തുറന്ന് ആരോഗ്യമുള്ളപ്പം സ്നേഹിച്ച പോകാൻ നേരത്തെ പ്രാകാതെ പോകാം. രൂപം പഠിപ്പിച്ചു. കണ്ടോ? സത്യമാണോ? അതുകൊണ്ടാണ് സ്നേഹം. ഞാൻ ഈ ഭാവമൊക്കെ നമ്മളിങ്ങനെ വേദപുസ്തകത്തിന്റെ ഓരോ സംഭവങ്ങളും എന്തിനാ ഇവിടെ എഴുതിയിരിക്കുക? നമ്മുടെ ജീവിതത്തിന് ദൃഷ്ടാന്തമായിട്ടാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ. അതുകൊണ്ട് കുറച്ചുകൂടെ സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കാണണം. എന്ത്? അപ്പൻ അമ്മയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അമ്മ അപ്പനെ സ്നേഹിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ അവർ അമ്മയോ അപ്പനോ മരിച്ചുപോയ ഒരാൾ തന്നെ ഉള്ളെങ്കിൽ അവർക്ക് ബഹുമാനം കൊടുക്കും. മാത്രമല്ല, മരിക്കാൻ നേരത്ത് നമുക്കിങ്ങനെ സ്നേഹിച്ച് ജീവിച്ചവർക്ക് പോകാൻ നേരത്തുണ്ടല്ലോ, അനുഗ്രഹിച്ചു പോകും. അടുത്തൊരു കാര്യത്തിലുണ്ട്, 50-ാം അധ്യായത്തിൽ ഒരു ജോസഫ് പോകുന്നുണ്ട്. 4 തലമുറയെ കണ്ടിട്ട് പോകാൻ നേരത്തെ എന്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോക്ക. എത്ര പേരുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ വീട് ഇങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു വീടാകരുത്. നിങ്ങളുടെ വീടുകളിൽ സ്നേഹമില്ലെന്നല്ല ഞാൻ പറയുക. ഓരോ യോഗവും ഒരു പുനഃസമർപ്പണമാണ്. കല്യാണം കഴിക്കാത്ത മക്കൾ ഇതിനകത്തുണ്ട്. നാളെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. പെൺകുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കീഴടങ്ങണം. ദൈവം തരുന്നത് മക്കളുടെ മുമ്പിൽ വെച്ച് അവർ ആ സ്നേഹം ആവോളം കാണണം. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത്, എൻ്റെ അമ്മ എന്നെ അപ്പനെ ബഹുമാനിക്കുന്നത്, അത് കണ്ടു വളരട്ടെ മക്കൾ. അത് കണ്ടു വളരട്ടെ മക്കൾ. എന്നിട്ട് ഒരായുസ് ഇങ്ങനെ വിടുമ്പോ
എല്ലാരെയും അടുക്ക നിർത്തി അനുഗ്രഹിച്ചിട്ട് പോണോ? ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ, അപ്പം പോവാ, എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിയണം, എന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിയണം. അങ്ങനെയും പോകുന്നവരെയൊക്കെ ഞാൻ കണ്ടു. കൊച്ചു കൊച്ചു മനുഷ്യർ. വരൊരു ഉണ്ണിച്ചാനുണ്ടായിരുന്നു, പാവം പിടിച്ചാൻ. മരിക്കാൻ നേരത്തെ പിള്ളേരെ എല്ലാം അടുക്ക വിളിച്ചിട്ട് കുളിച്ച് ഒരുങ്ങി ചമഞ്ഞ് കയറി കിടന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് ദൂതം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പാട്ടും പാടി ഒരൊറ്റപ്പോക്ക്. സ്നേഹിച്ച് ജീവിക്കണം, കുറച്ചുകൂടെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണ്ടേ? കഴിയണം. അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ ഓർപ്പിക്കുക. ആരെങ്കിലും അറം പറ്റുന്ന ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മീറ്റിംഗിലാണ് ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ദൈവത്തോട് ഏറ്റു പറയണം. ഏതെങ്കിലും ശാപവാക്ക് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ദൈവത്തോട് ഏറ്റു പറയണം. നിങ്ങളുടെ ഭാര്യയോട് നീ ചത്തുപോട്ടെന്നോ നീ നുലഞ്ഞു പോട്ടെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഏറ്റു പറ. നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് ഏറ്റു പറ. മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് ഏറ്റു പറ. ഞാൻ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അവരുടെ വീട്ടില് ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞ് മിടുക്കി കൊച്ചായിരുന്നു. അതങ്ങ് വിദേശത്തൊക്കെ പോയി. പക്ഷെ അതിന്റെ ലൈഫിലൊക്കെ ഒത്തിരി തകർച്ച ഉണ്ടായി. അപ്പൊ പ്രാർത്ഥിക്കാതിരുന്നപ്പോ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം, നാവിന്റെ തുമ്പത്തെ കാര്യം പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ വല്യമ്മച്ചി അവിടെ വന്ന മരുമോളെ പ്രാകുമായിരുന്നു. എപ്പോഴും പ്രാക്കിയതായിരുന്നു. നിന്റെ സന്തതി 5 വൻകര പോയാലും ഗതി പിടിക്കത്തില്ല. എപ്പോഴും മരുമോള് പറയും, നിന്റെ സന്തതി 5 വൻകര പോയാൽ ഗതി പിടിക്കത്തില്ല. ഈ മരുമോള് പാവുമായിരുന്നു. മരുമോൾ ഇരുന്നങ്ങ് കരയും. ഈ വീട്ടിലെ ഒരു മോള് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഈ അമ്മച്ചിയുടെ മോള്, ആ മോള് കല്യാണം കഴിച്ചു. ആ വകയിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേര് അഞ്ചു പഠിച്ചു മിടിക്കുകയായിരുന്നു. വിദേശത്തെങ്ങാണ്ട് പോയി. അഞ്ചുവിന്റെ ജീവിതം ഡൈവോഴ്സായി, ആകെ പ്രയാസമായി. ദൈവാത്മാവ് ഉൾപ്പെടുത്തിയ കാര്യം, അമ്മച്ചി മരുമകളെ ശപിക്കും, നിന്റെ സംഗതി 5 വൻകരെ പോയാലും ഗതി പിടിക്കത്തില്ല. ഈ മോളുടെ കുഞ്ഞിന്റെ പേര് അഞ്ചു എന്നായിരുന്നു. അന്ന് 5 ഉണ്ടായിട്ടില്ല. 5 എന്ന് പേരിട്ടു. 5 പ്രയാസം ഉണ്ടായി. എന്താ കാര്യം? വെല്ലുമിച്ചിയുടെ വാക്ക. കണ്ടോ? യാക്കോബ് റാഹേലിനെ നോക്കി പറഞ്ഞു, ആടെ കയ്യിലാണ് ഗ്രഹം, ചത്തുപോയി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശപിച്ചിട്ടുണ്ടോ? ഏറ്റു പറയും. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സംഭവത്തിന് വെളിച്ചത്തിൽ നമ്മുടെ ഭാര്യയോട് പറഞ്ഞത്, ഭർത്താവോട് പറഞ്ഞത്, അപ്പനോട് പറഞ്ഞത്, അമ്മയോട് പറഞ്ഞത്, മക്കളോട് പറഞ്ഞു, തന്നെത്താൻ പറഞ്ഞു. ദൈവമേ ക്ഷമിക്കണമേ. കുറച്ചുകൂടെ എൻ്റെ ഭാര്യയെ സ്നേഹിപ്പാൻ, എൻ്റെ ഭർത്താവിനെ സ്നേഹിപ്പാൻ, എൻ്റെ മക്കളെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ കണ്ണടച്ച്, നിങ്ങൾ ദമ്പതികൾ ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ സ്നേഹിക്കുക. ഒരിക്കലും മക്കളെ ഉപയോഗിച്ച് ഒരു വഴക്കടിക്കുന്ന ഒരു അനുഭവം പോലും ഉണ്ടാകാതിരിക്കാൻ, അവരുടെ വഴക്കിന്റെ ഓരോ അനുഭവം പോലും അവരെ ഓർക്കുന്ന ഒന്നുപോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദൈവമേ. ലളിതപ്പെട്ട കുറച്ച് പാഠങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ലളിതപ്പെട്ട കുറച്ച് പാഠങ്ങൾ. ഞാൻ ഈ ഓരോ വ്യക്തിത്വങ്ങളെയും ചെന്ന് സംസാരിച്ചു. ഞാൻ അവരോട് ഇങ്ങനെ വായിച്ചപ്പോൾ അവരോട് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തത്തിന് എഴുതി വെച്ചിരിക്കുക പച്ചയ്ക്ക്. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ആശേഷം
സ്നേഹം നൽകണമെൻ പ്രഭു, ദഹിപ്പിക്കണം എന്നെ ആശേഷം, സ്നേഹം നൽകണം എൻ പ്രഭു. കുറച്ചുകൂടെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ, കുറച്ചുകൂടെ സ്നേഹിക്കുവാൻ. എല്ലാ വഴക്കുകളും മല്ലുകളും ദേഷ്യങ്ങളും കോപങ്ങളും എല്ലാം പോകാൻ, കോപത്തിൽ പറയുന്ന വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ ഇല്ലാതാക്കാൻ. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക, ഗൗരവമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കിട്ട് അരിശം വരുമ്പം നമ്മൾ ചിലപ്പോൾ ചവിട്ടുനാടകമൊക്കെ കളിക്കും. നമുക്കത് തോന്നലുണ്ട് ഇത് ശരിയാണെന്നൊരു ചിന്ത. ശരിയാകുന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ അതിനകത്തുനിന്ന് പുറത്തു വരത്തില്ല. എനിക്കിത് ശരിയാണ്, എൻ്റെ ഭാര്യയെ എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കണമെന്ന്, അത് തെറ്റാണെന്നും അവരുടെ പിള്ളേരുടെ മുമ്പ് വെച്ച് വഴക്ക് പറയുന്നതും ചാടുന്നതും ഒക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നാത്തിടത്തോളം കാലം ഐ വിൽ നോട്ട് ബി റെക്ടിഫൈഡ്. പക്ഷേ ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചു, പിതാക്കന്മാരുടെ ചരിത്രത്തിലൂടെ. എന്നിട്ട് ഈ കൊച്ചു മനുഷ്യരെയൊക്കെ ദൈവം ഇതിനകത്ത് രേഖപ്പെടുത്തിയത് അവരുടെ ചെറിയ ചെറിയ ഗുണങ്ങൾ കണ്ടതുകൊണ്ടും ദൈവം അവരോട് ഉടമ്പടി ചെയ്തതുകൊണ്ടും. പിതാവേ, കുറച്ചുകൂടെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിപ്പാൻ, എത്ര കോപിച്ചാലും ഒരു ശാപവാക്ക് പറയാതിരിക്കാൻ, എത്ര കോപിച്ചാലും ഒരു ശാപവാക്ക് ഞങ്ങളുടെ വായിന്ന് പോകാതെ. ഞങ്ങള് കർത്താവ് ഈ ഭൂമി വിടുമ്പോ ഞങ്ങൾക്ക് എല്ലാവരും വിളിച്ച് അനുഗ്രഹിച്ചു പോണം. ഞങ്ങളുടെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ്, എന്നീ ലോകം വിടുന്നു അന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം. മക്കളെയും പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അപ്പൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോകണം. ഒരു ശാപം പറയാം, എല്ലാവരെയും അനുഗ്രഹിക്കുക. ധന്യപ്പെട്ട ജീവിതം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അതിന് കഴിയണമെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കണം. എന്നെ അതിന് ഞങ്ങളെ ഇടയാക്കണം. അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ നാമം തന്നെ. ആമേൻ. ഇന്ന് പഠിച്ച പ്രധാന പാഠം: 1, വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. 2, മക്കളെ മുമ്പ് വെച്ച് വഴക്കുണ്ടാക്കല്ലേ. അമ്മയെ സ്നേഹിക്കുക, അപ്പനെ സ്നേഹിക്കുക. അപ്പന് മുറിവേൽപ്പിച്ചപ്പോൾ അപ്പം ശപിച്ചു, മുറിവുകൾ കൊടുക്കാതിരിക്കുക. പോകുമ്പോൾ അനുഗ്രഹിച്ച് പോകണം. അതിനോട് സ്നേഹിച്ച് ജീവിക്കുക, സ്നേഹിച്ച് ജീവിക്കുക, സ്നേഹിച്ച് ജീവിക്കുക. സ്നേഹം കൊണ്ട് ജീവിതം സമ്പുഷ്ടാക്കുക. ആ സ്നേഹിച്ച് ജീവിച്ചവരൊക്കെ പോകുന്നത് ഭയങ്കര സന്തോഷത്തോടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അവരുടെ ഓർമ്മകൾ അനുഗ്രഹിക്കപ്പെട്ടവർ. God bless you.